ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, എല്ലാവരും ഞാൻ ചിത്രം വരയ്ക്കുന്നതും ഞാൻ ടൂറ് പോണതും അതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. വീട്ടുപണി എടുത്തിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ലാലോ. ഇത് വീട്ടുപണി എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ഞാനേ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നിന്ന്, വാപ്പയുടെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഒരു കറിവേപ്പില തൈ കൊണ്ടുവന്നിട്ടുണ്ടായി. ഇതിനെ ഒന്ന് നമുക്ക് എവിടെയെങ്കിലും സ്ഥാപിക്കുക. അതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ മകനെ ഇവിടെ പുളിയൊക്കെ കുഴിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും കവറ് പൊട്ടിപ്പോയി എന്നോട്. ഓൾറെഡി ഒരു വളവുള്ളതാണ്. ഉണ്ടായാൽ ഉണ്ടായി എന്ന് പറയാം. ഇവിടെ പൊതുവെ കറിവേപ്പില തൈ ഇല്ല, മുറിക്കാറില്ല. പിന്നെ ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. കുത്തു കൊടുക്കാൻ പറ്റിയതെന്തെങ്കിലും ഒരു കുത്തു കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വളഞ്ഞു പോയി ഒന്ന് നേരെയാവാൻ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടാൽ മതി. 2 ദിവസം കൊണ്ട് നല്ല വെയിലുള്ള സ്ഥലമാണ്. ഇവിടെ ഞാൻ 2 പ്രാവശ്യം കുഴിച്ചിട്ടതും വെയിലില്ലാത്ത സ്ഥലത്തായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു കറിവേപ്പില തൈ കുഴിച്ചിട്ടിട്ട് ഇവിടെ താമസിക്കുന്ന അന്ന് തൊട്ട് കുഴിച്ചിട്ടതാണ്. പക്ഷേ അത് ഈ അടുത്ത കാലത്ത് അവിടുന്ന് പോയി എന്നല്ലാതെ അത് വളർച്ച വരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മായി നല്ലതല്ലേ, ഇല്ലാതിരിക്കോ. അപ്പോൾ ഇനി അടുത്തത് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കൊല കേസാണ്. ഒരു കൊല വെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ആയുധം ഒന്ന് എടുത്ത് കൊണ്ടുവരട്ടെ. ഒന്ന് എടുത്തോണ്ട് വരുമോ? ആയുധം കൈ കിട്ടിയിട്ടുണ്ട്. ആയുധം പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഹിജാബ് ഇട്ടിട്ടും പർദ്ദ ഇട്ടിട്ടൊക്കെ ഈ വീട്ടിൽ കയറി വരണം എന്ന് പറഞ്ഞ ആൾക്ക് കൊണ്ടുവച്ചൊരു സാധനമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ആയുധം കൊണ്ട് നമ്മൾ കൊല വെട്ടുക എന്നല്ലാതെ ഉറപ്പാണ് എന്നെയും തേടിയിട്ട് എൻ്റെ വീട്ടിൽ വരാൻ ധൈര്യമുള്ള ലെവളുമാരോടാണ്. ഒരു 2 ലെവളുമാർ കയറി വരുന്നുണ്ടെങ്കിൽ അവരോടാണ്. ഒന്ന് ഉറപ്പാ. ഇഡ്ഡലി ഗർഭ, ദോശ ഗർഭ, ബഡ ഗർഭ, വയറ്റിനുള്ളതായിരിക്കും അത്. അപ്പൊ കൊല ഇതാണ്. കൊല ഓൾറെഡി വീണ് പോയിട്ടോ. ഇങ്ങനെ കണ്ടിട്ട് മൂർച്ചയില്ലാന്നൊന്നും വിചാരിക്കേണ്ടതാ. അമ്മാതിരി മൂർച്ചയുണ്ട്. ഇത് ഇതായതുകൊണ്ടാണ് അറിയായിരിക്കും മൂർച്ചയില്ലാത്ത കത്തി കൊണ്ടാണോ ഞാൻ കാത്തിരിക്കുന്നതെന്ന്. അപ്പൊ കൊല ഇവിടെ വെട്ടി. കൊല വീണ് പോയതാട്ടോ. വീണ് പോയപ്പോൾ കദളിക്കൊലയാണ്, മൂത്തിട്ടുണ്ട്.
കണ്ണനെ കാണാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങ് പോവുകയാണെങ്കിൽ കണ്ണനെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ആയുധം നിങ്ങൾ കാണാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആർക്കുള്ളതാണ്? എന്നെ എൻ്റെ വീട്ടിൽ തിരിഞ്ഞു വരുമെന്ന് പറഞ്ഞ 2-3 സ്ത്രീകളുണ്ട്, അവർക്കുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഡോറ് തുറക്കുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ആര് വന്നാലും ജനാലം ജസ്റ്റ് ഒന്ന് കട്ടൻ നോക്കിയിട്ടേ ഞാൻ തുറക്കാറുള്ളൂ, എനി ടൈം. അത് പകലായാലും രാത്രി ആയാലും. അപ്പം ഹിജാബ് ഇട്ട് ബുർക്കയൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കൂ. അപ്പം അതാണ് എൻ്റെ മോനെ. ഞങ്ങളൊക്കെ സീരിയലിലുള്ള ആൾക്കാരാ, പിടിവെച്ചോ. ഞങ്ങളൊക്കെ സീരിയലിലുള്ള ആൾക്കാരാ. ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ചാല്, അടിച്ചു വാരി ഒരു തലയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ റോഡ് എന്ന് പറയുന്നത്. അവിടെ ബദാമുണ്ട്. ബദാം നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിറയെ ബദാമിൻ്റെ ഇലയാണ്. ഞങ്ങൾ ഒന്നരാടിന് ഇവിടെ അടിച്ചു വാരും. അപ്പോൾ എല്ലാവരും പറയും സ്ത്രീകളായാലും അടിച്ചു വരണം. അപ്പോൾ സ്ത്രീകളായാലും അടിച്ചു വരണം. എനിക്ക് ഞാൻ മറ്റേ ഇതിലുള്ള സ്ത്രീയാണ്, മറ്റേ സീരിയലിലുള്ള സ്ത്രീയാണ്. ഞാൻ നല്ല കോസ്റ്റ്യൂമിലൊക്കെ അടിച്ചു വരാൻ പോകാറുള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബിഫോറും ആഫ്റ്ററും കാണിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയിലുണ്ട്. പക്ഷേ ശരിയാവില്ല. അപ്പം അടിച്ചു വാരലും കഴിഞ്ഞു. ഇതൊന്ന് തീ കൊളുത്തിയാൽ മതി. വേനൽക്കാലത്ത് തീയിടാൻ പാടില്ല എന്നാണ് പറയാറ്. ഇവിടെയൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. പക്ഷെ നമ്മളിത് കിടത്തിയിട്ടേ അകത്തേക്ക് പോകുള്ളൂ കേട്ടോ. കെട്ടുപോകുന്നു ഗൈസ്. ഇതൊരു തീപ്പെട്ടി ഇതിനൊക്കെ തന്നെ വേണ്ടി വരും തോന്നുന്നു. വീണ്ടും ഇപ്പൊ കെട്ടുപോകുന്ന തോന്നുന്നത്. ഇനി ഭൂന്ന് പറഞ്ഞ് ചാളിയാണ് കത്തിക്കോളും. അപ്പം അങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൊച്ചു വീഡിയോൻ്റെ അകത്തുള്ളത്. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വീട്ടിൽ വരുന്ന എല്ലാവരെയും ഞാൻ ചെയ്യൂല കേട്ടോ. അതേ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾമാറാട്ടം നടത്തി വരുമെന്ന് പറഞ്ഞ ചില ലെവലുമാരുണ്ട്. അവരുമാരോടാണ് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചും കണ്ടിട്ടും വന്നാൽ മതി. ഇല്ലെങ്കിലേ പണി വീട്ടുകാർക്ക് ഇതേപോലെ ചിത കത്തിക്കേണ്ടി ഒരവസ്ഥയിലേക്ക് വരും. അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഓക്കെ, ബൈ.